ദേശീയപാതയിലൂടെ മൊബൈലിൽ സംസാരിച്ച് ബസ് ഓടിച്ച് ഡ്രൈവർ. കുറ്റിപ്പുറത്ത് ഇന്നലെ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ മാത്രം മാറിയാണ് സംഭവം. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ ഓടുന്ന ശാസ്ത ബസ്സിലെ ഡ്രൈവറാണ് മൊബൈലിൽ സംസാരിച്ച് ബസ് ഓടിക്കുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. അരുൺ, ഈ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടെന്ന് പറയുന്നത് വളരെ കുപ്രസിദ്ധമാണ്. ആ റൂട്ടിൽ കുറേ കാലം സ്ഥിരമായി ഇത്തരം ബസ്സുകളിൽ സഞ്ചരിച്ച ഒരാളെന്ന നിലയ്ക്ക് അത് വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് ഞാൻ. അവിടെ ഇന്നലെ ഒരു അപകടം നടന്നു. ഇന്നിപ്പോൾ അത് അതേ റൂട്ടിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ. ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അപകടകരമായ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരുപാട് തവണ പരാതികൾ വന്നിട്ടുള്ളതാണല്ലോ. ഈ ബസ്സിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത ചർച്ചയാവുകയാണ്. ഇന്നലത്തെ അപകടം പോലും അത് അത്തരത്തിൽ വഴിവെച്ചതാണ് എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിലേക്ക് ഇത്തരത്തിലൊരു ദൃശ്യം കൂടി വരുന്നത്. അതായത് ഇന്നലെ തലേ ദിവസം മെനഞ്ഞാന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്, നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതായത് ഈ കുറ്റിപ്പുറത്തെ അപകട റെയിൽവേ ഓഫീസിന് സമീപം 100 മീറ്റർ മാത്രം അകലെ ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഡ്രൈവർ ഈ രണ്ടാമത്തെ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ആ പോകുമ്പോൾ തന്നെ മൊബൈൽ സംസാരിച്ചുകൊണ്ട് അലക്ഷ്യമായി ഡ്രൈവ് ചെയ്യുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ്. പ്രത്യേകിച്ചും ദേശീയപാതയിൽ നമുക്കറിയാം പ്രത്യേക ഗൈഡ് ലൈനുകളും മാനദണ്ഡങ്ങളും ഈ വാഹനം ഓടിക്കുന്ന പല നിർദ്ദേശങ്ങളുമുണ്ട്. അവിടെ ട്രാക്ക് അതിവേഗത്തിലാണ് ഈ 3-ാം ട്രാക്കിലൂടെയുള്ള വാഹനങ്ങൾ വരിക. അപ്പോൾ ട്രാക്ക് മാറിയാൽ തന്നെ വലിയ അപകടത്തിന് വഴിവെക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അപകടങ്ങൾ പോലും കണ്ണ് തുറപ്പിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാണ്. കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസ്സിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ മൊബൈലിൽ സംസാരിച്ച് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരിങ്ങനെ ദൃശ്യങ്ങൾ പകർത്താൻ ഇടയായതെന്നും നാട്ടുകാർ പറയുന്നു. ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തു നിന്ന് ഇന്നലെ അപകടമുണ്ടായ അതേ റൂട്ടിൽ ഓടുന്ന മറ്റൊരു ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇത് മിനിയാന്ന് പകർത്തിയതാണ്. പക്ഷേ ഈ സ്ഥിതി വ്യത്യസ്തമാണെന്നൊന്നും കരുതേണ്ട. ഇതൊക്കെ സ്ഥിരം ഈ റൂട്ടിൽ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. അമിതവേഗം, അശ്രദ്ധ, മത്സരയോട്ടം, ഇതൊക്കെ ഈ റൂട്ടിൽ സ്ഥിരം കാഴ്ചകളാണ്.